ഡോക്ടർ ബി ആർ അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നതിലുപരി നിയമത്തെ സാമൂഹ്യ മാറ്റത്തിനുള്ള ആയുധമാക്കി മാറ്റിയ മഹാനായ നിയമജ്ഞനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം നിയമത്തെ ഫലപ്രദമായി ഉപയോഗിച്ചു. സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 32, പൗരാവകാശ സംരക്ഷണത്തിൽ വളരെ വലിയ പങ്കുവഹിക്കുന്ന ആർട്ടിക്കിൾ 17 എന്നീ അനുച്ഛേദങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അന്ന് 17-ാം അനുച്ഛേദം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഗാന്ധിജിക്ക് ജയ് എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഏകകണ്ഠമായി ചർച്ച കൂടാതെ ഭരണഘടനാ നിർമ്മാണ സമിതി ആ അനുച്ഛേദം ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് ദരിദ്രരും നിരക്ഷരരുമായ ഇന്ത്യക്കാർക്ക് വോട്ടവകാശം നൽകേണ്ടതില്ല എന്ന് പലരും ശഠിച്ചപ്പോഴും എല്ലാവർക്കും വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വോട്ടവകാശത്തിന് വേണ്ടി ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഹിന്ദു കോഡ് ബിൽ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ റിലേറ്റഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ സംഭാവനകളാണ്. ലോകം കണ്ട ഉജ്ജ്വലനായ നിയമജ്ഞനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു.